ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലും കേരള സംസ്ഥാന യുവജന കമ്മീഷന് കീഴിലും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന മിഷൻ വാത്സല്യ പദ്ധതിയിൽ പ്രോഗ്രാം ഓഫീസർ, അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ശരണബാല്യം പദ്ധതിയിൽ റെസ്ക്യൂ ഓഫീസർ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് സെപ്റ്റംബർ 3 രാവിലെ 10:30 വർക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയിൽ ഫോട്ടോ പതിപ്പിച്ച് നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം രാവിലെ 9:30 തിരുവനന്തപുരം പൂജപ്പുരയിലെ വനിതാ ശിശു വികസന ഡയറക്ടറേറ്റിലെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സംസ്ഥാന കാര്യാലയത്തിൽ ഹാജരാവേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായി ഇരിക്കൂർ ബ്ലോക്കിൽ പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നുണ്ട്. ഇരിക്കൂർ ബ്ലോക്കിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസമുള്ളവരാവണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. ബികോമും ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള കഴിവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അടിസ്ഥാന യോഗ്യത വരുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമാണ് അവസരം. പ്രായപരിധി വരുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും CDS ചെയർപേഴ്സൺമാരുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ സെപ്റ്റംബർ 3 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ജില്ലാ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, BSNL ഭവൻ 3-ാം നില, കണ്ണൂർ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള സംസ്ഥാന യുവജന കമ്മീഷനിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വിവിധ പദ്ധതികളിലേക്ക് ജില്ലാ കോർഡിനേറ്റർമാരെയും കൗൺസിലേഴ്സിനെയും നിയമിക്കുന്നുണ്ട്. മാർച്ച് 2025 വരെയുള്ള കാലയളവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് 30 രാവിലെ 10 മണിക്ക് എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒരു ഒഴിവും കാസർഗോഡ് ജില്ലയിൽ 2 ഒഴിവുകളിലുമായി 7 ജില്ലകളിലായി ആകെ 8 ജില്ലാ കോർഡിനേറ്റർമാരെയും 2 കൗൺസിലേഴ്സിനെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. ജില്ലാ കോർഡിനേറ്ററിന് 7,000 രൂപയാണ് പ്രതിമാസ ഹോണറേറിയം. കൗൺസിലേഴ്സിന് 12,000 രൂപയാണ് പ്രതിമാസ ഹോണറേറിയം ലഭിക്കുക. ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. കൗൺസിലേഴ്സിന് ക്വാളിഫിക്കേഷൻ വരുന്നത് MSc സൈക്കോളജി അല്ലെങ്കിൽ MSW ആണ്. പ്രായപരിധി 18-നും 40-നും ഇടയിലാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫോം കമ്മീഷന്റെ www.ksYC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള യുവജനങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഉൾപ്പെടെ നിങ്ങളുടെ യോഗ്യത സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ആഗസ്റ്റ് 30 രാവിലെ 10 മണിക്ക് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ 3 ദിവസം എന്ന ക്രമത്തിൽ മാസം തോറും 12 ദിവസത്തേക്ക് ക്ലീനിംഗ് ജീവനക്കാരി നിയമിക്കുന്നുണ്ട്. എഴുത്തും വായനയും അറിയാവുന്ന 50 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് അവസരമുള്ളത്. സെപ്റ്റംബർ മുതൽ 6 മാസത്തേക്ക് 675 രൂപ ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ളവർ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും സഹിതം ആഗസ്റ്റ് 31 രാവിലെ 11 മണിക്ക് പാമ്പാടുംപാറ PHC ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. പാമ്പാടുംപാറ പ്രദേശത്തുള്ളവർക്കും പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDSന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ, CCTV ടെക്നീഷ്യൻ ആൻഡ് റിസപ്ഷനിസ്റ്റ്, ഓഡിയോളജിസ്റ്റ് എന്നിവരെ നിയമിക്കുന്നുണ്ട്. താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ 1 വർഷത്തെ ഗവൺമെൻറ് അംഗീകൃത ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധമാണ്. യോഗ്യരായവർക്കുള്ള കൂടിക്കാഴ്ച ആഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. CCTV ടെക്നീഷ്യൻ ആൻഡ് റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് ഗവൺമെൻറ് അംഗീകൃത ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്.
കൂടാതെ CCTV ഇൻസ്റ്റലേഷൻ ആൻഡ് മോണിറ്ററിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. യോഗ്യരായവർക്കുള്ള കൂടിക്കാഴ്ച ആഗസ്റ്റ് 30 രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്നതാണ്. ഓഡിയോളജിസ്റ്റിന് ഗവൺമെൻറ് അംഗീകൃത BA/SLP ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ RC രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. യോഗ്യരായവർക്കുള്ള കൂടിക്കാഴ്ച ആഗസ്റ്റ് 31 രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. നിർദ്ദിഷ്ട യോഗ്യതയുള്ള 45 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.